ഏതൊരു ഇൻഡസ്ട്രിയും ഗ്രോ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരുപാട് സ്കാംസിനും റിസ്ക് എലമെൻസിനും ഉള്ള സ്കോപ്പ് ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ദുബായ് റിയൽ എസ്റ്റേറ്റ് ഇപ്പോൾ ഗ്രോയിങ് ഫേസ് ആണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് ദുബായ് റിയൽ എസ്റ്റേറ്റിൽ നല്ല ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആയിക്കോട്ടെ, റെൻ്റൽ റിട്ടേൺസ് ആയിക്കോട്ടെ, അതുപോലെ പ്രോപ്പർട്ടി പ്രൈസൊക്കെ ഇപ്പോൾ ഗ്രോ ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് കൊണ്ട് തന്നെ പല രാജ്യങ്ങളിലുള്ള പുതിയ പുതിയ ഡെവലപ്പേഴ്സ് ദുബായിലേക്ക് വരുന്നുണ്ട്. നല്ലതും ഉണ്ടാവും, അതിൽ ചീത്തയും ഉണ്ടാവും. നമ്മൾ രണ്ടും നോക്കി അതിൽ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ വലിയൊരു റിസ്ക് ആയിട്ട് അത് മാറാനാണ്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് ഗവൺമെൻറ് ഡെവലപ്പേഴ്സ് ഉണ്ട്. അതുകൂടാതെ ഇവിടെ Tier 1 കാറ്റഗറിയിൽ ഒരുപാട് പ്രൈവറ്റ് ഡെവലപ്പേഴ്സും ഉണ്ട്. നമ്മൾ എപ്പോഴും ഒരു പ്രോപ്പർട്ടി ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിയൽ എസ്റ്റേറ്റ് നടത്തുമ്പോൾ ഡെവലപ്പറുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിനിമം ഒരു 15-20 പ്രൊജക്റ്റെങ്കിലും കംപ്ലീറ്റ് ചെയ്യാത്ത ഒരു ഡെവലപ്പറെ നമ്മൾ ഒരിക്കലും നല്ല ഡെവലപ്പറായിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും ഡെവലപ്പർ പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് വരുന്നു, ഒരുപാട് ഓഫർ തരുന്നു, ഒരുപാട് ഹോർഡിങ്സ് വെച്ചിട്ടുണ്ട്, ഒരുപാട് മാർക്കറ്റിംഗ് ചെയ്യുന്നു, വീഡിയോസ് കാണുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും ആ പ്രോപ്പർട്ടി വാങ്ങാൻ നിൽക്കരുത്. കാരണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ ഓണേഴ്സ്, അതിൻ്റെ ഹിസ്റ്ററി എല്ലാം ചെക്ക് ചെയ്ത് ദുബായിൽ രജിസ്റ്റേർഡ് ആണോ, എസ്ക്രോ അക്കൗണ്ട് ഉണ്ടോ, എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മളൊരു പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് ദുബായിൽ ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് 2025 ദുബായ് റിയൽ എസ്റ്റേറ്റിൻ്റെ ഗ്രോത്തിനെ കുറിച്ചിട്ടും ദുബായ് റിയൽ എസ്റ്റേറ്റിലെ സാധ്യതകളെ കുറിച്ചിട്ടുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ. നമ്മൾ ഈ ചാനലിലൂടെ ദുബായ് റിയൽ എസ്റ്റേറ്റിനെ കുറിച്ചിട്ടും ദുബായിലെ ഓപ്പർച്യൂണിറ്റികളെ കുറിച്ചിട്ടും ബിസിനസ് സാധ്യതകളെ കുറിച്ചിട്ടും ദുബായുടെ വിഷനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ദുബായിൽ വരുന്ന അഫോർഡബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, ലക്ഷറിയസ് പ്രോപ്പർട്ടീസ്, ഓപ്പർച്യൂണിറ്റികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2025 ഓപ്പർച്യൂണിറ്റികൾ, ദുബായ് റിയൽ എസ്റ്റേറ്റിലെ ഓപ്പർച്യൂണിറ്റികൾ, ഇവിടെ ഉണ്ടാകാൻ പോകുന്ന റിസ്ക്കുകൾ, സ്കാമുകൾ, ദുബായുടെ വിഷൻ, ഈ ഉള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ആരാണ് നല്ല ഡെവലപ്പേഴ്സ്, എന്തൊക്കെയാണ് നമുക്ക് വരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റികൾ, ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുകയാണെന്നുണ്ടെങ്കിൽ ദുബായ് റിയൽ എസ്റ്റേറ്റിൽ 2025 കംപ്ലീറ്റ് ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 2025 ദുബായിലെ സാധ്യതകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ജിയോ പൊളിറ്റിക്കൽ സിനാരിയോയും കൂടെ സംസാരിക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ജിയോ പൊളിറ്റിക്കൽ സിനാരിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റഷ്യ ഉക്രൈൻ വാർ നടക്കുന്നു, അല്ലെങ്കിൽ പാലസ്തീൻ ഇസ്രായേൽ വാർ നടക്കുന്നു, ടർക്കിയിൽ ഇഷ്യൂസ് ഉണ്ട്, USA, UK, അങ്ങനെ എല്ലാ ഇന്ത്യയിലും പാകിസ്ഥാൻ ഉൾപ്പെടെ ഇന്ത്യയിൽ പൊളിറ്റിക്കൽ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം പോസിറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ദുബായ് എന്ന് പറയുന്നത്. കാരണം ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ പല രാജ്യങ്ങളിൽ നടക്കുമ്പോൾ, എസ്പെഷ്യലി ഇറാനിലൊക്കെ നടക്കുമ്പോൾ, അവിടുത്തെ ആളുകൾക്ക് ഈസി ആയിട്ട് വന്ന് ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഒരു നല്ലൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ദുബായ്. അതുകൊണ്ട് തന്നെ പൈസയുള്ള ആളുകൾ ദുബായിലേക്ക് ഒരുപാട് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. പല രാജ്യങ്ങളിൽ UK-ലേക്കും USA-ലേക്കും മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഇതൊക്കെ വളരെ കുറഞ്ഞ് ഇപ്പോൾ ആ രാജ്യങ്ങളിലുള്ള ആൾക്കാർ വരെ ദുബായിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ റീസൺ വേറൊന്നുമല്ല, സേഫ്റ്റിയാണ്. നമ്മൾ പൈസയുള്ള ഒരാൾ ചിന്തിക്കുന്ന ഫസ്റ്റ് കാര്യം എൻ്റെ എൻ്റെ കയ്യിലുള്ള പൈസ എങ്ങനെ സേഫ് ആക്കി വെക്കുക എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഒബ്വിയസ്ലി സെലക്ട് ചെയ്യുന്ന ഒരു സിറ്റിയാണ് ദുബായ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ 6500 മില്യണേഴ്സാണ് കഴിഞ്ഞ വർഷവും ഈ വർഷമായിട്ട് ദുബായിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അത് പല രാജ്യങ്ങളിൽ നിന്നാണ്. ഇന്ത്യയിൽ നിന്ന് തന്നെ ഏകദേശം 4000 മില്യണേഴ്സ് ദുബായിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ പല രാജ്യങ്ങളിൽ UK, USA, അങ്ങനെ പല രാജ്യങ്ങളിലെ മില്യണേഴ്സ് ദുബായിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ അവിടുത്തെ പൊളിറ്റിക്കൽ സിനാരിയോയും അവിടുത്തെ ഒരു എന്താ പറയുക കറണ്ട് സിറ്റുവേഷനും ടാക്സും, അങ്ങനെ ഒരുപാട് റീസൺസ് കൊണ്ടാണ് അവർ അവരുടെ പൈസയായിട്ട് ദുബായിലേക്ക് മൂവ് ചെയ്യുന്നത്. ദുബായ് ടാക്സ് ഫ്രീ കൺട്രിയാണ്, സേഫാണ്, ക്ലീൻ സിറ്റിയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദുബായിലുണ്ട്. ദുബായ് എന്തുകൊണ്ട് ആളുകൾ ചൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ദുബായിൽ ഒരുപാട് റീസൺസ് ഉണ്ട്. ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ദുബായുടെ വിഷനാണ്. ദുബായിയുടെ കഴിഞ്ഞ 20 വർഷത്തെ വിഷൻ ഇപ്പോൾ ഓൾമോസ്റ്റ് അക്കംപ്ലിഷ്ഡ് ആയിട്ടുണ്ട്. അടുത്ത 20 വർഷത്തെ വിഷന്റെ പാർട്ടാവാൻ വേണ്ടിയാണ് പല ആളുകളും ദുബായിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദുബായുടെ വിഷൻ എന്ന് പറയുന്നത് 2040 ഉണ്ട്, 2050 ഉണ്ട്, 2030 ഉണ്ട്, അങ്ങനെ ഒരുപാട് വിഷൻസ് ദുബായ്ക്ക് ഉണ്ട്. അപ്പോൾ ഈ വിഷൻസിൻ്റെ പാർട്ടാവുക എന്ന് പറഞ്ഞാൽ ഈ യങ് മാർക്കറ്റിൻ്റെ പാർട്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ UK, USA, കാനഡ, ഇന്ത്യ എന്നൊക്കെ പറയുന്നത് വളരെ പഴയ മാർക്കറ്റുകളാണ്. ഇപ്പോൾ എസ്പെഷ്യലി ദുബായ് റിയൽ എസ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പഴയ മാർക്കറ്റാണ്. ദുബായ് എന്ന് പറയുന്നത് കഴിഞ്ഞ 20 വർഷമായിട്ട് മാത്രം നമ്മൾ കേൾക്കുന്ന ഒരു സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഗ്രോയിങ്ങിനുള്ള സ്കോപ്പ് ഉണ്ട്, ഇവിടെ ഒരുപാട് അപ്രീസിയേഷനുള്ള സ്കോപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഒരു പ്രോപ്പർട്ടി വേറെ ലോകത്ത് എവിടെ വാങ്ങുന്നതിലും ചീപ്പായിട്ട് ദുബായിൽ വാങ്ങാൻ പറ്റും. അതുകൊണ്ടാണ് ആളുകൾ ദുബായിൽ പ്രോപ്പർട്ടി വാങ്ങുന്നത്. പിന്നെ എസ്പെഷ്യലി ടാക്സ് ഫ്രീ എന്നൊരു ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്രോപ്പർട്ടി വാങ്ങിയാലോ വിൽക്കാനോ റെൻ്റ് ഔട്ട് ചെയ്യാനോ അതിൽ നിന്നുള്ള ഇൻകം ജനറേഷനോ ഒന്നിനും നമുക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ സേഫസ്റ്റ് സിറ്റിയാണ്. ഇവിടെ നമുക്ക് ഒരു ക്രൈമോ കാര്യങ്ങളോ നമുക്ക് ഒരു ടെൻഷനില്ലാതെ രാത്രി 12 മണിക്കോ 1 മണിക്കോ പുറത്തിറങ്ങി നടക്കാം. അത്ര നല്ല ഒരു വൈബുള്ളൊരു സിറ്റിയാണ് ദുബായ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ലക്ഷറി, അതുപോലെ ഇവിടുത്തെ പോപ്പുലേഷൻ ഗ്രോത്ത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം മിഡ് എന്ന് പറയുന്ന സമയത്ത് ടോട്ടൽ ദുബായുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 3.7 മില്യൺ ആയിരുന്നു. പക്ഷേ വിത്തിൻ 6 മന്ത്സ് അത് 4 മില്യൺ ആയിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ഒരു വർഷം മാത്രം ദുബായിലേക്ക് 5 ലക്ഷം ആളുകളാണ് മൈഗ്രേറ്റ് ചെയ്തത്. വേൾഡിൽ എങ്ങും കാണാത്തൊരു പ്രതിഭാസമാണ് എയർപോർട്ടിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. കഴിഞ്ഞ ഒരു വർഷം ദുബായിലേക്ക് ട്രാവൽ ചെയ്ത ആളുകൾ എന്ന് പറയുന്നത് ഏകദേശം 120 മില്യൺ ആളുകളാണ് ദുബായിലൂടെ മാത്രം ട്രാവൽ ചെയ്തത്. ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്
ഇപ്പോൾ 2025 തുടങ്ങിയ 15 ദിവസം കൊണ്ട് ദുബായിൽ വിസിറ്റ് ചെയ്തത് 4.1 മില്യൺ ആളുകളാണ്. 41 ലക്ഷം ആളുകളാണ് 15 ദിവസത്തിൽ ദുബായ് വിസിറ്റ് ചെയ്തത്. എന്തുകൊണ്ട് ആളുകൾ ദുബായിൽ പ്രോപ്പർട്ടീസ് വാങ്ങുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഫസ്റ്റ് റീസൺ ദുബായിലെ പ്രോപ്പർട്ടീസിൻ്റെ പ്രൈസാണ്. ഇപ്പോൾ നമ്മൾ വേൾഡിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ നമ്മുടെ നാട്ടിലെ കൊച്ചിയിൽ അല്ലെങ്കിൽ ബാംഗ്ലൂർ, ചെന്നൈയിലൊക്കെ പ്രോപ്പർട്ടി വാങ്ങുന്നതിനെക്കാട്ടും വിലക്കുറവിൽ ദുബായിൽ പ്രോപ്പർട്ടീസ് വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ റിട്ടേൺസ് എന്ന് പറയുന്നത് 5 ടൈംസ് കൂടുതലുണ്ട്. അതും ടാക്സ് ഫ്രീ റിട്ടേൺസ് ആണ്. അതുകൂടാതെ നല്ല ക്യാപിറ്റൽ അപ്രീസിയേഷനും ഓവർ ദ ടൈം പീരീഡ് നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ടാണ് ആളുകൾ ദുബായിൽ പ്രോപ്പർട്ടീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വേറെ ഏത് രാജ്യം എടുത്താലും ഇപ്പോൾ UK, USA, കാനഡ, ഓസ്ട്രേലിയ ഏത് രാജ്യം എടുത്താലും പണ്ടത്തെ നല്ല റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ആയിരുന്ന പല സിറ്റീസിൻ്റെയും ഇപ്പോഴത്തെ അവസ്ഥ ഭയങ്കര മോശമാണ്. അത് അവിടെ താമസിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ അറിയാം. ലോകത്ത് ഏറ്റവും അധികം, അതായത് 423 വേൾഡ് റെക്കോർഡ് ഹോൾഡ് ചെയ്യുന്ന ദുബായ് 2025 പ്ലാൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 2030 വിഷനാണ്. 2030 വിഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ആണ് ഈ വർഷം ദുബായിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ എത്തിഹാദ് റെയിലാണ്. അത് UAE മൊത്തം കണക്ട് ചെയ്യുന്ന ഒരു റെയിൽ സിസ്റ്റമാണ്. അത് ഓൾറെഡി ഫംഗ്ഷനിലാണ്. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് പ്ലാൻ എന്താണെന്ന് പറഞ്ഞാൽ എയർ ടാക്സിയാണ്. ദുബായിൽ എയർ ടാക്സി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റേഷൻസ് ആയിക്കോട്ടെ, അതിൻ്റെ ലൊക്കേഷൻസ് ആയിക്കോട്ടെ, റൂട്ടും കാര്യങ്ങളൊക്കെ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വർഷം അതും ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ദുബായിയുടെ മൂന്നാമത്തെ മെയിൻ വിഷൻ എന്താണെന്ന് പറഞ്ഞാൽ ദുബായിയുടെ പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്. പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ചിട്ട് മാത്രമേ ദുബായിൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുള്ളൂ. പോപ്പുലേഷൻ കൂടുമ്പോൾ മാത്രമാണ് ദുബായിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നത്. അങ്ങനെ ഈ വർഷം പോപ്പുലേഷൻ ഗ്രോത്ത് എന്തായാലും ദുബായിൽ ഒരുപാട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം ഏകദേശം 5 ലക്ഷം ആളുകളാണ് ദുബായിൽ ഇൻക്രീസ് ആയത്. അത് ഈ വർഷം ചിലപ്പോൾ അതിൻ്റെ ഡബിൾ ആവാനുള്ള സാധ്യത. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള വിസ റെഗുലേഷൻസും അതിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും, ഇമിഗ്രേഷനിലെ പല കാര്യങ്ങളും ദുബായ് ഗവൺമെൻറ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. നാലാമത്തെ മേജർ ഫാക്ടർ എന്താണെന്ന് പറഞ്ഞാൽ അൽ മക്തും എയർപോർട്ടും ജബലലി എക്സ്പാൻഷനുമാണ്. അൽ മക്തും എയർപോർട്ട് എന്ന് പറയുന്നത് വേൾഡിലെ ഏറ്റവും വലിയ എയർപോർട്ടാണ്. അത് ഓൾറെഡി എക്സിസ്റ്റിംഗ് എയർപോർട്ടാണ്. അവിടെ ഇനി അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഈ വർഷം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ അത് തൊട്ടടുത്ത് ജബലലി പോർട്ടിൻ്റെ എക്സ്പാൻഷനും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ലൊക്കേഷനിലെ ട്രേഡിങ്ങിനെ ഭയങ്കരമായിട്ടും ലോജിസ്റ്റിക് ആക്ടിവിറ്റീസിനെ ഭയങ്കരമായിട്ട് ബൂം ചെയ്യും. അതുകൊണ്ട് തന്നെ ദുബായ് എന്ന് പറയുന്നത് ലോജിസ്റ്റിക് ഹബ്ബായിട്ട് മാറാനുള്ളൊരു സാധ്യതയും ഈ വർഷം കാണുന്നുണ്ട്. പിന്നെ മേജറായിട്ട് വരുന്ന ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് പാം ജബലലിയാണ്. പിന്നെ അതുപോലെ ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസും ദുബായിൽ ഈ വർഷം അനൗൺസ് ചെയ്യാനുള്ള പ്ലാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഈ വരുന്ന വർഷത്തിൽ ദുബായിൽ ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രോപ്പർട്ടി ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഫാക്ടേഴ്സ് എല്ലാം വെച്ചിട്ട് അതിനൊരു സ്റ്റഡി നടത്തിയിട്ട് മാത്രമാണ് നമ്മളൊരു പ്രോപ്പർട്ടി ചൂസ് ചെയ്യേണ്ടത്. എസ്പെഷ്യലി ബ്ലൂ ലൈൻ മെട്രോ, അതുപോലെ മെട്രോ എക്സ്പാൻഷൻ, പല കാര്യങ്ങളും ദുബായിൽ ഈ വർഷം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ ഭാഗമാകാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് എപ്പോഴും പ്രൈസ് കൂടുന്നത് ആ പ്രോപ്പർട്ടി നിൽക്കുന്ന സ്ഥലത്തെ ഡെവലപ്മെൻറ്റിനനുസരിച്ചിട്ടാണ്. നമ്മൾ ഓൾറെഡി വാങ്ങുന്നത് ഒരു ഫുള്ളി ഡെവലപ്ഡ് ലൊക്കേഷനിലാണെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി വാല്യൂ അപ്രീഷിയേറ്റ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളൊരു പ്രോപ്പർട്ടി ചൂസ് ചെയ്യുമ്പോൾ ഒരു ഡെവലപ്പിംഗ് ലൊക്കേഷനിൽ ചൂസ് ചെയ്താൽ, ഇപ്പോൾ നമ്മളൊരു പ്രൈം ലൊക്കേഷനിൽ ഒരു വലിയ പ്രോപ്പർട്ടി വാങ്ങുന്നതിലും ചെറിയ പ്രോപ്പർട്ടി 3-4 ചെറിയ പ്രോപ്പർട്ടീസ് ഡെവലപ്പ് ചെയ്യുന്ന ലൊക്കേഷനിൽ വാങ്ങിച്ചാൽ ഓവർ എ ടൈം പീരീഡ് ചിലപ്പോൾ ഒരു 5-10 വർഷം കഴിയുമ്പോൾ ആ ഏരിയ ഡെവലപ്പ് ആകുന്നതനുസരിച്ചിട്ട് നമുക്ക് നല്ലൊരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ, നല്ല റെൻ്റൽ റിട്ടേണും ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ ലൊക്കേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഡെവലപ്പേഴ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മാർക്കറ്റിൽ ഇപ്പോൾ ഒരുപാട് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് നമ്മൾ സ്ഥിരം കാണുന്നതാണ്. എല്ലാ ദിവസവും നമ്മളെ പല പല പുതിയ പുതിയ ഡെവലപ്പേഴ്സ് കോൺടാക്ട് ചെയ്യും അവരുടെ പ്രൊജക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. പക്ഷേ നമ്മളത് മാർക്കറ്റ് ചെയ്യാത്തതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ട് നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഡെവലപ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് മാത്രമാണ്. നമ്മൾ ഇപ്പം വീഡിയോ ചെയ്യുന്നതായിക്കോട്ടെ, നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നതായിക്കോട്ടെ, എല്ലാം അങ്ങനെയുള്ള ഡെവലപ്പേഴ്സിനെയാണ്. കൂടുതലും ഗവൺമെൻറ് ഡെവലപ്പേഴ്സാണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ പ്രൈവറ്റ് ഡെവലപ്പേഴ്സ്, നല്ല ഡെവലപ്പേഴ്സ് ഉണ്ട് ദുബായിൽ. Tier 1 കാറ്റഗറിയിൽ നല്ല ഡെവലപ്പേഴ്സ് ഉണ്ട്. അതിൽ നല്ല പേയ്മെൻറ്റ് പ്ലാനും നല്ല ലേ ഔട്ടും നല്ല വ്യൂവും അതുപോലെ പല ഫാക്ടേഴ്സ് വരുന്ന നല്ല പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ കൂടുതലും നമ്മുടെ ഈ ചാനലിലൂടെ എല്ലാവരിലേക്കും എത്തിക്കുന്നത്. ഈ വർഷത്തിലെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ ദുബായിൽ വരുന്നുണ്ട്. അപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ദുബായിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ നാട്ടിൽ ഇപ്പം കൊച്ചിയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ വാങ്ങുന്ന പ്രോപ്പർട്ടികളെക്കാട്ടും വളരെ വിലക്കുറവിൽ ദുബായിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട്. അപ്പോൾ ഈ വിലക്കുറവ് കാണുമ്പോൾ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഏതെങ്കിലും മോശം ഡെവലപ്പറാണെന്ന്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരു പ്രോപ്പർട്ടി ചൂസ് ചെയ്യുമ്പോൾ ഡെവലപ്പർ മോശമായാലും കുഴപ്പമില്ല, പ്രോപ്പർട്ടി പ്രൈസ് കുറഞ്ഞിരുന്നാൽ മതി എന്ന് ചിന്തിച്ച് പ്രോപ്പർട്ടി വാങ്ങരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് വലിയൊരു റിസ്ക്കിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ പ്രോപ്പർട്ടി പ്രൈസ്, ഡെവലപ്പർ, ലൊക്കേഷൻ, പേയ്മെൻറ്റ് പ്ലാൻ, ഇതെല്ലാം മാറ്ററാണ്. അതുപോലെ തന്നെ എന്താ പറയുക, എസ്ക്രോ അക്കൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പർട്ടി നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ എസ്ക്രോ അക്കൗണ്ട് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഏതെങ്കിലും ഗവൺമെൻറ് ഡെവലപ്പറോ പ്രൈവറ്റ് ഡെവലപ്പറോ ആയിരിക്കണം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ EOI കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു ഇപ്പോൾ ഈ വർഷം ഒരുപാട് പുതിയ പ്രൊജക്റ്റുകൾ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് EOI വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയും. ഒരു പ്രോപ്പർട്ടി ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ലോഞ്ചിന് മുമ്പ് തന്നെ പറ്റുമെങ്കിൽ ബുക്കിംഗ് കൊടുക്കാൻ ട്രൈ ചെയ്യുക.
അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ വർഷം ശ്രദ്ധിക്കണം. അപ്പോൾ പ്രോപ്പർട്ടി വാങ്ങുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. ആർക്കും പൈസ ഉണ്ടെങ്കിൽ പ്രോപ്പർട്ടി വാങ്ങാം. പക്ഷേ ഏത് പ്രോപ്പർട്ടി, എവിടെ, എങ്ങനെ വാങ്ങണം, ഏത് ഡെവലപ്പറിൻ്റെ നിന്ന് വാങ്ങണം, നിങ്ങളുടെ പൈസ എങ്ങനെ സേഫ് ആക്കാം, നിങ്ങൾക്ക് എങ്ങനെ നല്ലൊരു അപ്രീസിയേഷൻ ഫ്യൂച്ചറിൽ കിട്ടാം, നല്ല റെൻ്റൽ റിട്ടേൺസ് എങ്ങനെ കിട്ടാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നും സക്സസ്ഫുൾ ആകുന്നത് നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ പെട്ട വിലയ്ക്ക് വാങ്ങിച്ച് നല്ല സമയത്ത് വിൽക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നല്ല രീതിയിൽ ഗ്രോത്ത് കിട്ടുന്നത്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ വാങ്ങുന്ന പ്രോപ്പർട്ടിയുടെ അടുത്തുള്ള ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് ഇത് മനസ്സിലാക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ടിട്ടല്ല പ്രോപ്പർട്ടി വാങ്ങേണ്ടത്. ആ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ആ ഏരിയയിലുള്ള ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ചും കൂടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ ഡെവലപ്പറുടെ ഹിസ്റ്ററി പഠിക്കേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കി വേണം ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ദുബായിൽ ഒരു പ്രോപ്പർട്ടിയെ കുറിച്ചിട്ടോ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റിന് പ്ലാൻ ഉണ്ടെങ്കിലോ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ടീം നിങ്ങളെ ബന്ധപ്പെടുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, ഇപ്പോൾ വാങ്ങാൻ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്രണ്ട്സിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും ആർക്ക് വേണമെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ദുബായിയെ കുറിച്ചിട്ടും ദുബായിയുടെ വിഷൻസിനെ കുറിച്ചിട്ടും ദുബായിയുടെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിനെ കുറിച്ചിട്ടും അങ്ങനെ ദുബായിലെ എല്ലാ ഓപ്പർച്യൂണിറ്റികളെ കുറിച്ചിട്ടും നമ്മൾ ഇനിയും ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ മെൻഷൻ ചെയ്യുക. നമുക്കത് ഇനിയും ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം.